ഇടുക്കിയുടെ വാണിജ്യ സ്ഥിരാകേന്ദ്രമായ കട്ടപ്പന. വിദ്യാഭ്യാസവും സാംസ്കാരികവുമായ കട്ടപ്പനയുടെ വളർച്ചയിൽ നിർണായക സ്ഥാനമാണ് കട്ടപ്പന ഗവൺമെൻറ് കോളേജിനുള്ളത്. 2018-2019 വിദ്യാഭ്യാസ വർഷത്തെ പഠനയാത്രയുടെ ഭാഗമായി ഞങ്ങൾ ഇക്കണോമിക്സ് വിഭാഗം തിരഞ്ഞെടുത്തത് മേമാരി എന്ന ആദിവാസി ഗ്രാമമാണ്. മേമാരി സഹ്യൻ്റെ മടിത്തട്ടിലെ സുന്ദരമായ ഗ്രാമം. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായ ജലാശയത്തോട് ചേർന്ന് ഇടുക്കി വന്യജീവി സങ്കേതത്തിനുള്ളിൽ പ്രകൃതി മനോഹരമായ ഒരു ആദിവാസി ഗ്രാമമാണ് മേമാരി. കട്ടപ്പന കുട്ടിക്കാനം റൂട്ടിൽ പരപ്പ് ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് ഉപ്പുതറ വഴി 16 കിലോമീറ്റർ സഞ്ചരിച്ചാൽ കണ്ണമ്പടിയിലെത്താം. ബസ് സർവീസ് കണ്ണമ്പടി വരെ മാത്രമാണ് ഉള്ളത്. ഇടുക്കി കോട്ടയം അതിർത്തിയിലെ പ്രസിദ്ധ ടൂറിസ്റ്റ് കേന്ദ്രമായ വാഗമണ്ണിൽ നിന്ന് കണ്ണമ്പടിയിലെത്താൻ 3 റൂട്ടുകളുണ്ട്. അതിൽ ഏറ്റവും വേഗത്തിൽ ഇവിടെ എത്താൻ കഴിയുന്നത് വാഗമണ്ണിൽ നിന്ന് 7-ാം നമ്പർ റോഡ് വഴിയാണ്. ഏതാണ്ട് 19 കിലോമീറ്ററിൽ താഴെ മാത്രമാണ് ദൂരം. വാഗമൺ 7-ാം നമ്പർ റോഡ് വഴി പുളിങ്കട്ടയിലെത്തി അവിടെ നിന്ന് കണ്ണമ്പടിയിലെത്തുന്ന റോഡിന് ഏതാണ്ട് 21 കിലോമീറ്ററോളം ദൈർഘ്യമുണ്ട്. വാഗമണ്ണിൽ നിന്ന് തേയിലപ്പുര നദിയുടെ തീരത്തുകൂടിയുള്ള റോഡിനും 21 കിലോമീറ്റർ ദൂരമുണ്ട്. 3 വഴികളിലൂടെയുള്ള യാത്രകളും സമ്മാനിക്കുന്നത് 3 വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളാണ്. മുത്തൻപടി വനംവകുപ്പ് ഓഫീസിൽ നിന്ന് പ്രവേശനാനുമതി വാങ്ങി ഞങ്ങൾ വനത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു. കിഴുകാനം, മുത്തൻപടി എന്നിവിടങ്ങളിലായാണ് ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റും ഓഫീസും പ്രവർത്തിക്കുന്നത്. അനുമതിയോടുകൂടി മാത്രമേ പൊതുസമൂഹത്തിന് മേമാരിയിലേക്ക് പ്രവേശനമുള്ളൂ. മേമാരിയിലേക്കുള്ള യാത്രയിലെ ബേസ് ക്യാമ്പ് എന്ന് തന്നെ കണ്ണമ്പടിയെ വിശേഷിപ്പിക്കാം. അവശ്യ സാധനങ്ങൾ ലഭ്യമാകുന്ന മേമാരിക്കടുത്തുള്ള ഏക സ്ഥലമാണ് കണ്ണമ്പടി. ബസ് യാത്ര പുന്നപ്പാറയിൽ അവസാനിച്ചു. ദുർഘടമായ മലമ്പാതയിൽ യാത്രയ്ക്ക് ഏക ആശ്രയം 4 വീൽ ഡ്രൈവ് ജീപ്പ് മാത്രമാണ്. പുന്നപ്പാറ മുല്ലയള്ളു വഴി മേമാരിയിലേക്ക്. അപ്രതീക്ഷിതമായി വിരുന്നെത്തിയ മഴ ഞങ്ങളുടെ യാത്ര കൂടുതൽ ദുഷ്കരമാക്കി. ഏഴ് കിലോമീറ്റർ താണ്ടി മേമാരിയിലെത്തവേ ആ നയനാഭിരാമമായ കാഴ്ച. മൂടൽമഞ്ഞ് പുതച്ച് കിടക്കുന്ന മേമാരി. മാരി എന്നാൽ മഴ എന്നാണ് അർത്ഥം. 2 വെള്ളച്ചാട്ടങ്ങളുണ്ട് ഇവിടെ. മുകളിൽ നിന്ന് താഴേക്ക് മഴ പോലെ പതിക്കുന്ന വെള്ളച്ചാട്ടത്തെ കുടിയേറ്റ കാലത്ത് ഇവർ മാരിക്കുത്ത് എന്ന് വിളിച്ചു. ഗ്രാമത്തിൻ്റെ മുകൾ ഭാഗത്തായി കാണുന്ന വെള്ളച്ചാട്ടം മേമാരി എന്നും താഴ്ഭാഗത്തെ വെള്ളച്ചാട്ടം കീഴ്മാരി എന്നും അറിയപ്പെട്ടു. ക്രമേണ മേമാരി സ്ഥലനാമമായി മാറുകയും ചെയ്തു. ഇടുക്കി അണക്കെട്ടിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് 1969 കിഴുകാനം പ്രദേശത്ത് നിന്ന് കുടിയൊഴിപ്പിക്കപ്പെട്ട 11 കുടുംബങ്ങളാണ് ആദ്യം മേമാരിയിലെത്തിയത്. ആ കാലം 15 വർഷത്തോളം ഊരുമൂപ്പനായിരുന്ന അനിരുദ്ധൻ ഓർത്തെടുത്തു. ഇത് 69 ഇവിടെ കിഴുകാനത്ത് നിന്ന് ഇങ്ങോട്ട് വന്ന ആൾക്കാർ ഇവിടെ. അന്ന് അന്നത്തെ കളക്ടർ പാവുപോള് ഇടുക്കി പദ്ധതിക്ക് വേണ്ടി അവിടെ നിന്ന് കുടി ഒഴിപ്പിച്ചപ്പം നഷ്ടപരിഹാരം ദേഹരണ വില മാത്രം അന്ന് 1500 രൂപ 2000 രൂപയ്ക്ക് ഒരു കുടുംബത്തിന് ദേഹരണ വില കിട്ടി. അപ്പം പകരം സ്ഥലം കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ആർക്കും വേണ്ട, പകരം സ്ഥലം വേണ്ട. അങ്ങനെ വന്നപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടം കയറി തെളിച്ചെടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ ഒരു 11 കുടുംബം ഇവിടെ വന്നു താമസത്തിന്. ആ 11 കുടുംബത്തിന് സപ്പോർട്ടായിട്ട് മറ്റുള്ള ആദിവാസികൾ കയറിക്കളാൻ പറഞ്ഞു. വെള്ളമുണ്ട്, വൈദ്യുതിയായി. ഇനിയിപ്പോ ഈ റോഡും കൂടെ ഒന്ന് ക്ലിയർ ആയി കിട്ടിയാൽ എന്താ പറയാന്ന് ചോദിച്ചാൽ സ്വർഗമായി.
ഊരാളി, ഉള്ളാടൻ, മലയരയൻ എന്നീ ആദിവാസി വിഭാഗങ്ങളാണ് മേമാരിയിലുള്ളത്. ഏതാണ്ട് 87 കുടുംബങ്ങളും ഉപകുടുംബങ്ങളും ഇവിടെ വസിക്കുന്നു. ഇവർ മേമാരിയിൽ കുടിയേറിയിട്ട് അരനൂറ്റാണ്ട് പിന്നിട്ടു എങ്കിലും ഇവരുടെ ഭൂമിക്ക് ഇന്നുവരെ പട്ടയം ലഭിച്ചിട്ടില്ല. മേമാരിയിലെ കുടിയേറ്റ കാലം 105 വയസ്സുള്ള നീലി എന്ന ഈ മുത്തശ്ശിയുടെ മനസ്സിൽ ഇന്നും ഇടമുറിയാത്ത ഓർമ്മകളാണ്. ഞങ്ങൾ ഈ അണക്കെട്ട് കാരണം ഞങ്ങൾ ഇങ്ങോട്ട് മാറ്റിയതാ. ഞങ്ങൾ 5 കുടുംബക്കാരെ അന്ന് വന്നായിരുന്നു. പിന്നെ വന്നവരൊക്കെ അങ്ങനെ വന്ന് ഓരോരുത്തരും കൂടി. അതുകൊണ്ട് ഞങ്ങളിപ്പം 100 വീടുകളുണ്ട്. മൃഗങ്ങളെ ശല്യം ഇഷ്ടം പോലെ ഉണ്ടായി, ഇഷ്ടം പോലെ. ആന ഇവിടെ വന്നു, ഇങ്ങനെ ആന വരുന്നതായിരിക്കും. ഇവിടെയൊക്കെ ആന വന്നു നിന്നതാ കാട്ടാന. ഇവിടെ കൃഷിയെല്ലാം നെല്ല് കൃഷിയായിരുന്നു. നെല്ലും കപ്പയും വാഴയും മാത്രം. അപ്പം അതിന് മുന്നാൽ ഇവിടെ സർക്കാരിൻ്റെ ഇടപാട്ടിലെല്ലാം നടക്കും. അവർ വല്ലാൻ ഒന്നും അവർ തരികയില്ല, ഒന്നും തന്നുമില്ല. ഞങ്ങൾ കാട്ടിലെ കാട്ടുതീറ്റ തന്നെ മാന്തി വേവിക്കുമൊക്കെ തിന്ന് ഇട്ടത്. പിന്നെ വല്ല തേനും ഒക്കെ ഞങ്ങൾ എടുക്കും. തേൻ എടുത്തും കൊണ്ട് അങ്ങ് ഉപ്പുതറയിലോ എവിടെ അയ്യപ്പൻ കോയിലൊക്കെ പോയി ഇവർ ചെന്ന് അരിയും മേടിക്ക് കൊണ്ടുവരും, സാധനങ്ങളും മേടിക്ക് കൊണ്ടുവരും. അങ്ങനെ ഞങ്ങൾ ഇതാണ് കഷ്ടപ്പെട്ടപ്പോഴാണ് ഈ എക്കോക്കാർ വന്നില്ല. അറിയും ഒന്നും സർക്കാരിൽ നിന്നൊന്നും കിട്ടുകയല്ല. അവിടുത്തെ സേവനമില്ല കിട്ടിയത്, അത് ഒരു മാസത്തെ അനുഭവമില്ലായിരുന്നു. മേമാരിയിൽ ഒരിടത്തും കിണറില്ലെങ്കിൽ കൂടിയും പ്രകൃതി കനിഞ്ഞു നൽകിയ നീരുറവകൾ ഗ്രാമത്തിനാവശ്യമായ കുടിവെള്ളം സമ്മാനിക്കുന്നു. ശുദ്ധജലവും ശുദ്ധവായുവും കൊണ്ട് സമ്പന്നമായ മേമാരിയിൽ അടുത്ത കാലത്താണ് വൈദ്യുതി എത്തിയത്. മൊബൈൽ നെറ്റ്വർക്ക് മേമാരിയുടെ ഭൂരിഭാഗം മേഖലകളിലും ലഭ്യമല്ല. ഫോണിലൂടെ പുറം ലോകവുമായി ബന്ധപ്പെടണമെങ്കിൽ ഗ്രാമത്തിലെ ഉയർന്ന ചില പ്രദേശങ്ങളിൽ എത്തേണ്ടി വരും. അതുകൊണ്ട് തന്നെ അധികമാരും ഇവിടെ സെൽഫോൺ ഉപയോഗിക്കുന്നുമില്ല. ടെലിവിഷൻ്റെയോ സെൽഫോണിൻ്റെയോ സ്വാധീനമില്ലാത്തതിനാൽ ഇന്നും ഇവരുടെ ഏക വിനോദം വോളിബോൾ മാത്രമാണ്. ഈറ്റയില കൊണ്ടും മേച്ചിൽ പുല്ലുകൊണ്ട് നിർമ്മിച്ച വീടുകൾ അപൂർവമായി ഇപ്പോഴും കാണാൻ കഴിയും. സർക്കാരിൻ്റെ ഭവന പദ്ധതി പ്രകാരമുള്ള വീടുകൾ അനുവദിച്ചിട്ടുണ്ടെങ്കിലും കെട്ടിട നിർമ്മാണ സാമഗ്രികൾ മേമാരിയിൽ എത്തിക്കാനുള്ള അധിക ചെലവ് താങ്ങാനാവാത്തതിനാൽ വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിക്കാനും കഴിഞ്ഞിട്ടില്ല. ഉപ്പുതറയിൽ നിന്ന് പലചരക്ക് സാധനങ്ങൾ മേമാരിയിലെത്തിച്ച് വിൽപ്പന നടത്തുന്ന ഒരു ചെറിയ കട 4 വർഷമായി പ്രവർത്തിക്കുന്നുണ്ട്. എൻ്റെ പേര് ശാലിനി. ഇവിടെ കട തുടങ്ങിയിട്ട് 4 വർഷമായി. ഉപ്പുറയിൽ നിന്ന് പോയാണ് ഞങ്ങൾ സാധനം കൊണ്ടുവരുന്നത്. വർഷമൊക്കെയായ വണ്ടിയൊന്നും ഇങ്ങോട്ട് പോരാൻ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെയാണ്. ഏലം, കാപ്പി, കുരുമുളക്, കൊക്കോ, കമുക് തുടങ്ങിയവയാണ് മേമാരിയിലെ പ്രധാന കൃഷികൾ. കൃഷിയും കാലിവളർത്തലുമാണ് ഇവരുടെ ഉപജീവന മാർഗങ്ങൾ. ഒപ്പം സർക്കാർ നടപ്പിലാക്കുന്ന തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി തരക്കേടില്ലാത്ത വരുമാനവും ഇവർക്ക് ലഭിക്കുന്നുണ്ട്. കാലിവളർത്തൽ മേമാരിയിലെ കർഷകർക്ക് സമ്മാനിക്കുന്നത് നഷ്ടങ്ങളുടെ കണക്ക് മാത്രമാണ്. പാൽ വിൽപ്പന നടത്തണമെങ്കിൽ 7 കിലോമീറ്റർ കാൽനടയായി സഞ്ചരിച്ച് കണ്ണമ്പടിയിലെത്തണം. അതുകൊണ്ട് തന്നെ കാലിവളർത്തൽ പലരും അവസാനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വിളവെടുപ്പാകുമ്പോൾ അതിനായി പരസ്പര സഹകരണത്തോടെ ഗ്രാമം ഒത്തുകൂടാറുണ്ട് എന്നത് മേമാരിയുടെ മറ്റൊരു പ്രത്യേകതയാണ്. മുൻകാലങ്ങളിൽ നെൽകൃഷി ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ പൂർണ്ണമായും ഉപേക്ഷിച്ചതിനു പിന്നിൽ കാട്ടുപന്നിയുടെ ശല്യമാണ്. കാട്ടാനയിൽ നിന്ന് രക്ഷ നേടാൻ ഫെൻസിംഗ് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും പന്നിയെ നിയന്ത്രിക്കാൻ ഫെൻസിംഗ് മതിയാവുന്നില്ല. കൃഷിയിലും കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയിലും മേമാരി നിവാസികൾ നേരിടുന്ന വിഷമസന്ധികളെക്കുറിച്ച് ഏറെ പറയാനുണ്ട് ആദ്യകാല കുടിയേറ്റ കർഷകനായ കേശവന്. ഇടുക്കി ഡാമിൻ്റെ പദ്ധതിക്ക് വേണ്ടി ഇവിടെ കുടിയൊഴിപ്പിക്കവരുണ്ടായിരുന്നു. ആ കൂട്ടത്തിലാണ് ഞങ്ങളിവിടെ കയറി താമസിച്ചു കൊണ്ടിരുന്നത്. അന്ന് സൗകര്യങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു. ഞങ്ങൾ ഇവിടെ നിന്ന് ഉപ്പറയ്ക്ക് നടന്നു പോകുന്നു, വളകോടിൽ നിന്ന് നടന്നു വരുന്നതാണ് ഞങ്ങൾ. പിന്നെ ഉപ്പറയിലാണ് ഞങ്ങളുടെ മുഖ്യ വിപണന കേന്ദ്രം. അവിടെ ചെന്നാൽ ഞങ്ങൾക്ക് വില കുറച്ചേ കിട്ടത്തുള്ളൂ. ഇവിടെ നിന്ന് വണ്ടിക്കൂലി തന്നെ ഞങ്ങൾക്ക് 2000 രൂപ അടുത്താകുന്നുണ്ട് വണ്ടിക്കൂലി. അവിടെ ചെന്ന് ഞങ്ങൾ ഇത് വിറ്റ് കഴിയുമ്പോൾ ഞങ്ങൾക്ക് ശരിയായ വില കിട്ടാത്തതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് ഇവിടെ കൃഷി ഏറ്റവും അമ്പേ പരാജയം തന്നെയാണ്. ഏറ്റവും ദുർഘടമായ റോഡാണ് ഞങ്ങൾക്ക് ഏറ്റവും ഇപ്പോഴും ഞങ്ങൾ കീറാമുട്ടിയായിട്ട് നിൽക്കുന്ന പ്രശ്നമെന്ന റോഡ് തന്നെയാണ്. ഇപ്പോൾ പിന്നെ പുതിയതായിട്ടൊരു
പ്രൊവൈറ്റ് കൊണ്ടുവന്നവർ റേഞ്ച് മറിച്ച് വരികയാണ്. റേഞ്ച് മറിച്ച് വന്നത് അവരിപ്പോൾ ഒരു 600-700 മീറ്റർ മറിച്ചിട്ടുള്ളൂ. അത് കണ്ടു വരുന്നതനുസരിച്ച് അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സർക്കാരിന് പ്രത്യേക പ്രോജക്റ്റുകളൊന്നും തന്നെ വരുന്നില്ല. വന്നാൽ തന്നെ അത് കൃഷിഭവനിലുള്ള വഴി വന്നാൽ തന്നെ ഉപ്പാറ കൊണ്ടൊക്കെ കുറഞ്ഞു പോകും. ഇവിടെ കിട്ടിയാൽ ഞങ്ങൾക്ക് സബ്സിഡി ചെറിയൊരു തോതിൽ മാത്രം സബ്സിഡി വരും. ബാക്കിയുള്ളതൊക്കെ ഈ ഞങ്ങളുടെ പേരും പറഞ്ഞ് തട്ടിയെടുക്കുന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രവണത. തട്ടിയെടുപ്പാണ്. കാരണം ഇതിൻ്റെ തലപ്പത്തിരിക്കുന്നവർ ടൗണുകളിൽ താമസിക്കുന്നവരാണ്. ഞങ്ങൾക്ക് ഇതിൻ്റെ ചെറിയൊരു അംശമായിട്ട് തന്ന് അത് സബ്സിഡി തന്നുകൊണ്ട് അവർ ബാക്കിയുള്ള വൻതുകകളെല്ലാം അവർ തട്ടിയെടുക്കുകയാണ്. ഇടുക്കി വിണത് കൊലുമ്പൻ്റെ കൊച്ചുമക്കൾ ഉൾപ്പെടെ താമസിക്കുന്നവരാണ് ഈ കോളനികളിൽ അങ്ങനെ ഉള്ളിട്ട് പോലും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു തിരിഞ്ഞോട്ടം ഇതുവരെ അങ്ങനെ വിട്ടില്ല. ഇതിലും ജില്ലാ പഞ്ചായത്ത് ഞങ്ങളെ തിരിഞ്ഞു പോലും നോക്കുന്നില്ല. സർക്കാർ വലത്തും തന്നെ ഇവിടെ ആരും തന്നെ വന്ന് ഞങ്ങളെ പ്രവർത്തിച്ച് ഒന്നും സഹായം തരുന്നില്ല. കുടിയേറ്റ കാലത്ത് വന്യമൃഗങ്ങളോടും പ്രകൃതിയോടും മല്ലിട്ടാണ് മേമാരിയിലെ ജനത ജീവിതം കെട്ടിപ്പടുത്തത്. തൻ്റെ സഹോദരനെ കരടി ആക്രമിച്ച സംഭവം ഇന്നും ഭീതിയോടെ മാത്രമേ ശ്രീധരന് ഓർക്കാൻ കഴിയൂ. ഏകാധ്യാപക സ്കൂളാണ് മേമാരിയിലെ ഒരേയൊരു വിദ്യാഭ്യാസ സ്ഥാപനം. 1 മുതൽ 4 വരെ ക്ലാസ്സുകളാണ് ഈ ഏകാധ്യാപക സ്കൂളിലുള്ളത്. 4 ക്ലാസ്സുകളിലായി മേമാരിയിലെ ഏകാധ്യാപക സ്കൂളിൽ 19 കുട്ടികൾ ഇപ്പോൾ പഠിക്കുന്നു. സ്കൂളിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അധ്യാപിക ശ്രീമതി ഓമന വിശദീകരിച്ചു. പരീക്ഷ ഞാൻ തന്നെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കി ഞാൻ തന്നെ പഠിക്കണമെങ്കിൽ പിന്നെ അടുത്തുള്ള ഹോസ്റ്റലുകളിൽ പോകണം. ആദ്യത്തെ വെള്ളിയാഴ്ച എല്ലാ മാസത്തിലും എല്ലാവരും തന്നെ വരും. 1-2 പേരെ വരും. 4ാം ക്ലാസ് വരെ നമ്മുടെ ഇവിടെ പഠിച്ചിട്ട് ബാക്കി വെളിയിൽ പോകും. നമുക്കിവിടെ കൂടുതൽ ക്ലാസ് അനുവദിച്ച് തരണമെന്ന് നമ്മൾ ആവശ്യപ്പെടാറുണ്ട്. അത് ഇതുവരെ ആയിട്ടില്ല. കൂടുതൽ ക്ലാസ് ഇങ്ങോട്ട് കിട്ടുവാണെങ്കിൽ അവരിവിടെ തന്നെ പഠിക്കും. മധുരപലഹാരങ്ങൾ വിതരണം ചെയ്തും പാട്ടുപാടിയും ഞങ്ങളിൽ ഒരു വിഭാഗം കുട്ടികളോടൊപ്പം ചേർന്നു. കൂടുതൽ ക്ലാസുകളും അധ്യാപകരെയും അനുവദിച്ച് സ്കൂൾ വിപുലീകരിക്കണമെന്നത് ഗ്രാമീണരുടെ വലിയൊരാവശ്യമാണ്. 4ാം ക്ലാസ്സിന് ശേഷം തുടർപഠനം സാധ്യമാകണമെങ്കിൽ കണ്ണമ്പടി ഗവൺമെൻറ് ട്രൈബൽ സ്കൂളിൽ എത്തണം. 100 മേനി വിജയം കൊയ്യുന്ന മാതൃകാ സ്കൂളാണ് കണ്ണമ്പടി ഗവൺമെൻറ് ട്രൈബൽ ഹൈസ്കൂൾ. ഇവിടെ ഹോസ്റ്റൽ സൗകര്യമില്ലാത്തതിനാൽ ദിവസേന 14 കിലോമീറ്റർ നടന്നെത്തി പഠിക്കാൻ ബുദ്ധിമുട്ടായതിനാൽ പലരും 4ാം ക്ലാസ്സിന് ശേഷം പഠനം അവസാനിപ്പിക്കുകയാണ് പതിവ്. കണ്ണമ്പടി ഗവൺമെൻറ് ട്രൈബൽ ഹൈസ്കൂൾ 100 മേനി വിജയം കൊയ്യുന്നതിന് പിന്നിലെ രഹസ്യവും അസൗകര്യങ്ങളുടെ നീണ്ട പട്ടികയും സ്കൂൾ ഹെഡ്മാസ്റ്റർ ശ്രീ വേണുഗോപാൽ ഞങ്ങളുമായി പങ്കുവച്ചു. ഈ വിദ്യാലയത്തിൽ 187 കുട്ടികളാണ് ഇപ്പോൾ പഠിക്കുന്നത്. 1 മുതൽ 10 വരെ ക്ലാസ്സുകളിലായിട്ടാണ് ഇവർ പഠിക്കുന്നത്. അതിൽ 171 പേരും പട്ടികവർഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളാണ്. ഏറ്റവും വലിയ ആദിവാസി മേഖലയായ ഈ പ്രദേശത്ത് ഈ ഒരു സ്ഥാപനം മാത്രമാണ് വിദ്യാഭ്യാസത്തിന് ഈ കുട്ടികൾക്കുള്ളത്. മേമാരി പോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് ധാരാളം കുട്ടികൾ പഠിക്കാൻ ഉള്ള പ്രായത്തിലുള്ള കുട്ടികളുണ്ടെങ്കിലും അവർക്ക് ഇത്രയും ദൂരം വന്ന് പഠിക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം പലരും വരാതിരിക്കുകയും ഒക്കെ ചെയ്യുന്നൊരവസ്ഥയുണ്ട്. ഇവിടെ ഹോസ്റ്റൽ വന്നാൽ അവർക്കും ഇവിടെ വന്ന് പഠിക്കാനുള്ള സൗകര്യം കിട്ടും. മേമാരി എന്ന സ്ഥലം ഒരു ഒറ്റപ്പെട്ട സ്ഥലമാണ്. അവിടെ നിന്ന് വളരെയേറെ ദുർഘടം പിടിച്ച പാതയിലൂടെ അനേകം കിലോമീറ്ററുകൾ സഞ്ചരിച്ചു വേണം ഇവിടെ വരാൻ. മറ്റ് ഊരുകളിൽ നിന്ന് വ്യത്യസ്തമായി യുവാവായ ഷാജിയാണ് മേമാരിയിലെ ഇപ്പോഴത്തെ ഊരുമൂപ്പൻ. മേമാരിയുടെ വികസന സാധ്യതകളെക്കുറിച്ച് ഏറെ സ്വപ്നങ്ങളുണ്ട് ഇദ്ദേഹത്തിന്. പണ്ട് ഇടുക്കി പദ്ധതിക്ക് വേണ്ടി ഇറക്കിപ്പെട്ട് മേമാരി കുടിയേറി താമസിച്ച കുടുംബങ്ങളുള്ള മേമാരി ഒരു 7 കിലോമീറ്റർ 8 കിലോമീറ്റർ ഒറ്റപ്പെട്ട ഇടുക്കി വന്യജീവി സങ്കേതത്തിലാണ്, ഉൾക്കാട്ടിലാണ് മേമാരി. പക്ഷെ അതിനപ്പുറത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം എല്ലാ വികസന പ്രവർത്തനങ്ങളും അവിടെ വരെ എത്തിയിട്ടുണ്ട്. മേമാരി താമസിക്കുന്ന എല്ലാ ജനങ്ങളും ഒരുപോലെ ഇറങ്ങിത്തിരിക്കും. ഇപ്പോഴും അങ്ങനെ തന്നെ
രാഷ്ട്രീയം നോക്കത്തില്ല. രാഷ്ട്രീയം വന്നാലും ഞങ്ങളത് അവിടെ ഒരു രാഷ്ട്രീയക്കാരെയും ഇതിനകത്ത് മേമാരിയുടെ വികസനത്തിന് ഒരു രാഷ്ട്രീയക്കാരെയും ഇതിനകത്ത് കൂട്ടിച്ചേർക്കുക. വിദ്യാസമ്പന്നരെങ്കിലും തൊഴിൽ രഹിതരായ ചെറുപ്പക്കാരാണ് മേമാരിയിലേറെയുമെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീമതി ഷീബ ആശങ്കപ്പെട്ടു. മേമാരി ഇന്ന് നേരിടുന്ന പ്രധാന പ്രശ്നം യാത്രാ സൗകര്യമില്ല എന്നതാണ്. കണ്ണമ്പടിയിൽ നിന്ന് മേമാരിയിലേക്കുള്ള 7 കിലോമീറ്റർ ദൂരം റോഡ് ഏറെ ദുർഘടമാണ്. 4 വീൽ ഡ്രൈവ് ജീപ്പുകൾക്ക് മാത്രമേ ഈ വഴി സഞ്ചരിക്കാനാവൂ. അതും അസാമാന്യ ധൈര്യമുള്ള ഡ്രൈവർമാർക്ക് മാത്രം സാധ്യമാകുന്ന ഒന്നാണ് താനും. അത്യന്തം ക്ലേശകരമായ ഡ്രൈവിങ്ങിനെക്കുറിച്ച് ജീപ്പ് ഡ്രൈവർ ജോമേഷിൻ്റെ പക്ഷം ഇതാണ്. ഇവിടെ വണ്ടി ഓടിയെത്തണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളിപ്പോൾ ഒരു ആശുപത്രിയോട്ടൊക്കെ വരണമെങ്കിൽ ഇവിടുന്ന് രോഗി ഇവിടെ വയ്യാതെ കിടന്നാൽ പോലും അവിടുന്ന് വണ്ടി ഇവിടെ വരണമെങ്കിൽ 1 മണിക്കൂർ എടുക്കും. ഇവിടുന്ന് ആശുപത്രിയിൽ ചെല്ലണമെങ്കിൽ പിന്നെ ഒരു 1.5-2 മണിക്കൂർ അടുത്തെടുക്കും. അങ്ങനെ വരുമ്പോഴത്തേക്ക് അവിടെ ചെല്ലുമ്പോൾ രോഗി അവശതയാകും. അല്ലാതെ പിന്നെ മഴയായി കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ഇവിടെ വണ്ടി ഒട്ടും കയറുകയില്ല. വണ്ടി കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് മഴയായി കഴിഞ്ഞാൽ. പിന്നെ ആൾക്കാരെല്ലാം കൂടി ഇവിടെ വന്ന് വണ്ടി തള്ളിയൊക്കെയാണ് കയറ്റുന്നത്, വലിച്ചും തള്ളിയും ഒക്കെ കയറ്റുന്നത്. ഭയങ്കര റിസ്ക് ആയിട്ടുള്ള വണ്ടി ഓടി. ആകെയുള്ള ഒരാശ്വാസം മേമാരിയിൽ കാര്യമായി അസുഖങ്ങളോ പകർച്ചവ്യാധികളോ ഉണ്ടാവാറില്ല എന്നതാണ്. പ്രകൃതിയോടിണങ്ങിയുള്ള ജീവിത രീതിയും രാസവളങ്ങളും കീടനാശിനിയും ഉപയോഗിക്കാതെയുള്ള കൃഷിരീതിയും ഇവർക്ക് കൂടുതൽ രോഗപ്രതിരോധശേഷി നൽകുന്നു. അനന്തമായ ടൂറിസം സാധ്യതകളാണ് മേമാരി മുന്നോട്ട് വയ്ക്കുന്നത്. ട്രെക്കിംഗ് താൽപ്പര്യമുള്ള സഞ്ചാരികൾക്ക് ഏറെ പ്രിയപ്പെട്ടതാണ് മേമാരിയും പരിസര പ്രദേശങ്ങളും. മുല്ലയിൽ നിന്നാണ് കിഴക്കലാച്ചിയിലേക്കുള്ള ട്രെക്കിങ്ങിൻ്റെ ആരംഭം. കിഴക്കലാച്ചിയിലേക്കുള്ള യാത്രക്കിടയിൽ പ്രകൃതി കാത്തുവച്ചിരിക്കുന്നത് കാഴ്ചയുടെ അക്ഷയഖനികളാണ്. ആകാശം അതിരിടുന്ന പുൽമേടുകൾ, ചോലവനങ്ങൾ, സുഖശീതളമായ കാറ്റിൽ സുഗന്ധം പരക്കുന്ന കാട്, എങ്ങും നിറഞ്ഞു നിൽക്കുന്ന പ്രകൃതിയുടെ മുഗ്ധസംഗീതം. കാഴ്ചയുടെ വിസ്മയങ്ങൾ അവസാനിക്കുന്നില്ല. അങ്ങകലെ മഞ്ഞുമാറിയാൽ കുളമാവ് അണക്കെട്ട് ദൃശ്യമാകും. ആനപ്പുല്ലുകൾ വകഞ്ഞുമാറ്റി കിഴക്കലാച്ചി ഇറങ്ങിയെത്തുന്നത് ഭീമൻ ചുവടിലേക്കാണ്. പഞ്ചപാണ്ഡവരുടെ വനവാസകാലത്ത് ഭീമൻ അദ്ദേഹത്തിൻ്റെ ഒരു ചുവട് ഇവിടെ ഉറപ്പിച്ചതായാണ് ഐതിഹ്യം. സത്യമോ മിഥ്യയോ? വിശാലമായ പാറപ്പുറത്ത് ഒരു വലിയ കാൽപാദം പതിഞ്ഞതുപോലുള്ള ഒരടയാളം കാണാനുണ്ട് താനും. ഒരാൾ പൊക്കത്തിൽ വളർന്നു നിൽക്കുന്ന പുല്ലുകൾ ഇപ്പോൾ അങ്ങോട്ടുള്ള യാത്ര അസാധ്യമാക്കിയിരിക്കുന്നു. ഒറ്റനോട്ടത്തിൽ പാടമാണെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ നോക്കെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന പുൽമേടുകളും താഴ്വാരങ്ങളും നിറഞ്ഞ ഈ പ്രദേശത്തെ അറക്കപ്പാടം എന്നാണ് ഗ്രാമീണർ വിളിക്കുന്നത്. അവിടെ നിന്ന് ആകാശത്തിൻ്റെ അതിരുകളിലൂടെ വിമാനത്താവളത്തിലേക്ക്. അറക്കപ്പാടം കഴിഞ്ഞ് നക്ഷത്രക്കുന്നിലേക്കുള്ള കയറ്റിറക്കങ്ങൾക്കിടയിലാണ് മനോഹരമായ ഈ താഴ്വാരം. ഇടുക്കി പ്രൊജക്ട് സർവേ ടീമിൻ്റെ ഹെലികോപ്റ്റർ ഇവിടെ ഇറങ്ങിയതിനെ തുടർന്നാണ് ഈ സ്ഥലത്തിന് വിമാനത്താവളം എന്ന പേര് വന്നത്. പുൽമേടുകളും ചോലകളും കയറിയിറങ്ങിയാൽ നക്ഷത്രക്കുന്നായി. കയറ്റം കഠിനമെങ്കിലും ചുറ്റുമുള്ള കാഴ്ചകൾ അത് ലഘൂകരിക്കും. ചെറുതോണി അണക്കെട്ടും ക്യാച്ച്മെൻ്റ് ഏരിയയും നക്ഷത്രക്കുന്നിൽ നിന്നാൽ വ്യക്തമായി കാണാൻ കഴിയും. നക്ഷത്രക്കുന്നിനപ്പുറം മലയിറങ്ങിച്ചെന്നാൽ ചെമ്പകപ്പാറയായി. വ്യത്യസ്തമായ പാറപ്പരപ്പിൽ പൂത്തുലഞ്ഞു നിൽക്കുന്ന ചെമ്പകമരം അനുപമമായ കാഴ്ചയാണ്. അവിടെ നിന്ന് നോക്കിയാൽ കാണുന്ന ദൂരത്ത് തിനപുതിയൻ മല. പക്ഷേ കാഴ്ചയുടെ ഈ വസന്തങ്ങളിലേക്കുള്ള ഒറ്റയടിപ്പാതകൾ ആനപ്പുല്ലുകൾ കൈയടക്കിയിരിക്കുന്നു. വികസനം ഏറെ ആഗ്രഹിക്കുമ്പോഴും തങ്ങളുടെ സംസ്കാരവും പ്രകൃതിയും അതിൻ്റെ തനിമ നഷ്ടപ്പെടാതെ കാത്തുസൂക്ഷിക്കാൻ സദാ ജാഗരൂകരാണ് മേമാരിയിലെ ജനത. പ്രകൃതിയോട് ഏറെ ഇണങ്ങുന്ന വികസനവും ടൂറിസവുമാണ് മേമാരി ആഗ്രഹിക്കുന്നത്. അതിനപ്പുറമായാൽ ബാഹ്യലോകത്തിൻ്റെ കടന്നുകയറ്റം മേമാരി എന്ന സ്വർഗത്തെ നരകതുല്യമാക്കുമെന്ന് ഗ്രാമം ഭയപ്പെടുന്നു. കേരളത്തെ തകർത്തെറിഞ്ഞ മഹാപ്രളയം മേമാരിയെ സ്പർശിച്ചതേയില്ല എന്ന സത്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പ്രകൃതിയെ നോവിക്കാതിരുന്നാൽ പ്രകൃതി മനുഷ്യൻ്റെ സംരക്ഷക തന്നെയാവും എന്നതാണ്.
മേമാരിയിൽ നിന്ന് തിരികെ ഇറങ്ങുമ്പോൾ അമ്മയുടെ മടിയിൽ നിന്ന് ഊർന്നിറങ്ങുന്ന കൊച്ചു കുഞ്ഞിൻ്റെ മനസ്സായിരുന്നു ഞങ്ങൾക്ക്. ഒരിക്കൽ കൂടി ആ മടിത്തട്ടിലേക്ക് ചാഞ്ഞിരിക്കണം എന്ന സ്വപ്നം ചോർന്നു പോകാതെ ഇപ്പോഴുമുണ്ട് ഞങ്ങൾക്കൊപ്പം.